നമസ്കാരം. ഇന്ന് ഒരു നദിയെപ്പറ്റിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം. മനുഷ്യ സംസ്കാരങ്ങളെ നട്ടുനനച്ചു വളർത്തിയത് മഹാനദികളാണ്. ആധുനിക കാലത്തും ആദിമകാലത്തും പല സംസ്കാരങ്ങളും നദിയുടെ കരകളിൽ തന്നെയാണ് ഉടലെടുത്തത്. പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്നുദ്ഭവിച്ച് വലിയ നീർച്ചാലുകളായി മാറുന്ന ശുദ്ധജല സ്രോതസ്സുകളാണ് നദികൾ. ചെറിയ നീരുറവകളായി തുടങ്ങുന്ന നദികൾ പിന്നീട് പോഷക നദികളുമായി ചേർന്ന് മഹാനദികളായി മാറുന്നു. ലോകപ്രസിദ്ധമായ ധാരാളം വൻ നദികൾ വിവിധ രാജ്യങ്ങളിൽ ഉണ്ട്. അങ്ങനെയുള്ള ഒരു നദിയാണ് യാങ്സി നദി. നീളത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 3-ാം സ്ഥാനമുള്ള നദിയാണ് യാങ്സി നദി. ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് യാങ്സി നദി. ഒരു രാജ്യത്തിലൂടെ മാത്രം ഒഴുകുന്നതിൽ വെച്ച് ഏറ്റവും നീളമുള്ള നദി എന്ന ബഹുമതി സ്വന്തമായ പേരുള്ള നദിയാണ് യാങ്സി. 6300 കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം. ചൈന എന്ന രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, സാമ്പത്തിക രംഗം എന്നിവയുമായി അഭേദ്യമായ ബന്ധമാണ് ഈ നദിക്കുള്ളത്. യാങ്സി നദീതടത്തിന് 18 ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുണ്ട്. ചൈനയുടെ 20% ആ രാജ്യത്തിൻ്റെ 1/5 പ്രദേശം യാങ്സി നദി വെള്ളമെത്തിക്കുന്നുണ്ട്. ചൈനയിലെ ഏതാണ്ട് 1/3 ജനങ്ങൾ പാർക്കുന്നതും ഈ നദിയുടെ തീരങ്ങളിലാണ്. ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയാൽ ലോകത്തിലെ നദികളിൽ 6-ാം സ്ഥാനം യാങ്സി നദിക്കുണ്ട്. ചൈനക്കാർ ചാങ്ജിയാങ് എന്നും യാങ്സി നദിയെ വിളിക്കുന്നു. ചാങ്ജിയാങ് എന്ന ചൈനീസ് വാക്കിനർത്ഥം നീളമുള്ള നദി എന്നാണ്. ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ പ്രദേശത്ത് ഉത്ഭവിക്കുന്ന യാങ്സി നദി പിന്നീട് പടിഞ്ഞാറോട്ടൊഴുകി ഷാങ്ഹായ് എന്ന സ്ഥലത്തു വച്ച് കിഴക്കൻ ചൈന കടലിൽ പതിക്കുന്നു. യാലോങ്, മിൻ, ജിയാലിങ്, ഹാൻ തുടങ്ങി പ്രധാനമായി 8 പോഷക നദികളാണ് യാങ്സി നദിക്കുള്ളത്. ഇവയ്ക്ക് പുറമെ മറ്റനേകം ചെറുനദികളും യാങ്സിയുമായി ചേരുന്നുണ്ട്. ചൈനയുടെ ചരിത്രത്തിലുടനീളം യാങ്സി നദി കരകവിഞ്ഞൊഴുകി വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ